ഒരു വ്യക്തിക്ക് വേണ്ടി 100 കോടിയിലധികം രൂപ പാരിതോഷികമായി തരാമെന്ന് പ്രഖ്യാപിച്ച ഒരു രാജ്യമുണ്ടായിരുന്നു. അതാണ് മെക്സിക്കോ എന്ന രാജ്യം. മെക്സിക്കോയിലെ പോലീസും സൈന്യവും വർഷങ്ങളോളം അദ്ദേഹത്തെ തിരഞ്ഞു. പക്ഷേ അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താനായില്ല. എന്നാൽ അവസാനം അവൻ്റെ ഒളിസ്ഥലം കണ്ടെത്തിയത് ഒരു പോലീസുകാരനോ ഒരു പട്ടാളക്കാരനോ അല്ല, അവൻ്റെ സ്വന്തം ഗേൾഫ്രണ്ട് ആയിരുന്നു. മെക്സിക്കോയിലെ കുറ്റലോകത്തിൽ ഭയം വിതച്ചിരുന്ന ഒരു പേരായിരുന്നു എൽ മെഞ്ചോ. ഇദ്ദേഹം ജെൽസ്കോ ന്യൂ ജനറേഷൻ സെൻട്രൽ എന്നറിയപ്പെടുന്ന വലിയൊരു ഡ്രഗ് കാർട്ടലിൻ്റെ നേതാവായിരുന്നു. മെക്സിക്കോയിൽ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഡ്രഗ് സംഘങ്ങളിൽ ഒന്നായി ഈ കാർട്ടൽ അറിയപ്പെട്ടിരുന്നു. ഇവരുടെ നെറ്റ്വർക്ക് പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു. ഡ്രഗ് കടത്ത്, ആയുധ വ്യാപാരം, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ ഇവയ്ക്ക് കാരണം മെക്സിക്കോ സർക്കാർ വർഷങ്ങളായി എൽ മെഞ്ചോയെ പിടികൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല തവണ വലിയ ഓപ്പറേഷനുകൾ നടത്തി. പക്ഷേ ഓരോ തവണയും അവൻ പോലീസിനേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു. അവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് വലിയൊരു പാരിതോഷികം തന്നെ തരാമെന്ന് അവിടുത്തെ സർക്കാർ പ്രഖ്യാപിച്ചു. ഏകദേശം ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 100 കോടിയിലധികം. എന്നാൽ അത്ര വലിയ പണം പ്രഖ്യാപിച്ചിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു സംഭവത്തിൽ ഒരു വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. വർഷങ്ങളോളം ഒളിച്ചിരുന്ന ആ ശക്തനായ കാർട്ടൽ നേതാവിനെ അവസാനം കണ്ടെത്താൻ സഹായിച്ചത് ഒരു രഹസ്യ വിവരമായിരുന്നു. ആ ഒരു വിവരം ചോർത്തിയെടുത്തത് അവൻ്റെ ഏറ്റവും അടുത്ത ആളിൽ നിന്നുമാണ്, അവൻ്റെ സ്വന്തം ഗേൾഫ്രണ്ടിൽ നിന്ന്. പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ സ്ത്രീയിലൂടെ തന്നെയാണ് അധികാരികൾക്ക് അവൻ്റെ സ്ഥാനം സംബന്ധിച്ച വിവരങ്ങളും ലഭിച്ചത്. ആ വിവരം കിട്ടിയ ഉടനെ മെക്സിക്കോയുടെ സ്പെഷ്യൽ ഫോഴ്സ് ആ ഒരു രഹസ്യ ഓപ്പറേഷൻ ആരംഭിച്ചു. അവർ വളരെ കൃത്യമായി എൽ മെഞ്ചോ ഒളിച്ചിരുന്ന ആ സ്ഥലത്തെ വളഞ്ഞു. അതിനുശേഷം നടന്ന ആ ആക്രമണത്തിൽ ആ ശക്തനായ കാർട്ടൽ നേതാവിൻ്റെ ജീവിതം അവിടെ തന്നെ അവസാനിച്ചു. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്ന കാര്യം ഇനിയും വർഷങ്ങൾ എടുത്തായിരുന്നു. കാരണം മെക്സിക്കോയിൽ ഒരു വലിയ സാമ്രാജ്യം പോലെ പ്രവർത്തിച്ചിരുന്ന ശക്തനായ കാർട്ടൽ നേതാവായിരുന്നു എൽ മെഞ്ചോ. പക്ഷേ ചിലപ്പോൾ എത്ര ശക്തനായ ആളായാലും എത്ര വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയാലും ഒരു ചെറിയ വിവരം മാത്രം എല്ലാം അവസാനിപ്പിക്കാൻ മതിയാകും. ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പല്ല, ഈ വർഷമായ 2026-ലാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ.